കുറിച്ചുള്ള ചർച്ചയിൽ തരൂർ പങ്കെടുക്കില്ല. ലോക്സഭയിൽ ഗൗരവ് ഗൊഗോയാകും കോൺഗ്രസിൽ നിന്ന് ചർച്ചകൾക്ക് തുടക്കമിടുക. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി തുടങ്ങിവെക്കുന്ന ചർച്ചയിൽ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. കിരൺ ബാബു ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേരും. എന്തായാലും ഇതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. ശശി തരൂർ, ഇന്ത്യൻ സംഘത്തെ നയിച്ച ശശി തരൂർ, അദ്ദേഹത്തെ സംസാരിക്കുവാൻ കോൺഗ്രസ് അനുവദിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും ആകാംക്ഷ. എന്നാൽ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പങ്കെടുക്കുകയില്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചും അതിനുശേഷം നടന്ന ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്ന കേന്ദ്ര സംഘത്തിന്റെ നടപടികൾ, ഇതേക്കുറിച്ചുമൊക്കെ വിശദമായ നിലപാട് ഇന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിലും നാളെ രാജ്യസഭയിലും വിശദമാക്കുകയാണ്. ഈ ചർച്ചയിലാണ് പ്രതിപക്ഷം നേരത്തെ പല ആവശ്യങ്ങളും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ ചർച്ചയിലാണ് തരൂർ വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പട്ടികയിൽ തരൂരിന്റെ പേര് ഇല്ല. ശശി തരൂർ മോദി സ്തുതി നടത്തുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പട്ടികയിൽ തരൂർ ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശശി തരൂർ ലോക്സഭയിൽ സംസാരിക്കുകയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് തരൂർ ഉണ്ടാവുകയില്ല. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് രാജ്നാഥ് സിംഗ് ഉണ്ടാകും. അങ്ങനെ പ്രമുഖരായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണിത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിശദാംശങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ലോക്സഭയിലും രാജ്യസഭയിലും നടക്കാൻ പോകുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, പ്രതീക്ഷ കാര്യമാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. തരൂർ ഇക്കാര്യത്തിൽ അങ്ങോട്ട് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു തന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണം എന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? മഞ്ജുഷ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഔദ്യോഗികമായി എവിടെയെങ്കിലും തരൂർ വന്നതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ആ ലിസ്റ്റും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും നമുക്കറിയാം കോൺഗ്രസ് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രത്യേകിച്ച് സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാട് കൃത്യമായി കോൺഗ്രസിന് അറിയാം. അങ്ങനെ കോൺഗ്രസിന്റെ പ്രതിയായി നിന്നുകൊണ്ട് ചർച്ച നടത്തി മോദിക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു പുകഴ്ത്തൽ ഉണ്ടാകൽ അല്ലെങ്കിൽ അതിന് അനുകൂലമായ ഒരു സംഭാഷണങ്ങൾ ഉണ്ടാകാൻ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് വരാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആവണം. തരൂർ തന്നെ തനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും തരൂരിനെ കോട്ട് ചെയ്ത് ഒരു മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തരൂരിനെ ഈ തരത്തിലൊക്കെ തരൂർ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിന്റെ ലോജിക്കിൽ നമുക്ക് സ്വാഭാവികമായും സംശയമുണ്ട്. കാരണം കോൺഗ്രസ് ഇങ്ങനെ ഒരു പട്ടിക ആദ്യം തരൂരിനെ കുറിച്ച് ഇടാൻ തയ്യാറാക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണം. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചെങ്കിൽ മാത്രമേ തരൂർ എനിക്ക് താല്പര്യമില്ല എന്ന് പറയേണ്ട ഒരു ഉത്തരത്തിനുള്ള അവസരം ഉണ്ടാവുന്നുള്ളൂ. അതിനുള്ള സാധ്യത തുച്ഛമാണ്, അല്ലെങ്കിൽ വിരളം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സുപ്രധാനമായ ചർച്ചയിൽ തരൂർ എന്തായാലും കോൺഗ്രസ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടും. ആ ഔദ്യോഗിക നിലപാട് ശശി തരൂരിനെ പോലൊരു നേതാവ് പറയില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹം അടക്കം പരസ്യമായി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്, മോദി സർക്കാർ എടുത്ത നിലപാട് എന്നെ പ്രശംസിക്കുകയും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ താല്പര്യമാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് താൻ പറയുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ലോക്സഭയിൽ പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കേണ്ടത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നതുകൊണ്ട് ആ തരത്തിൽ ഒരു സംസാരം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായം. പക്ഷേ കിരൺ, അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹം വിദേശ പ്രതിനിധി സംഘത്തിന്റെ, വിദേശത്ത് ഇന്ത്യയുടെ നിലപാട് ബോധിപ്പിക്കാൻ പോയ പ്രതിനിധി സംഘത്തിന്റെ തലവൻ കൂടിയായിരുന്നു വിവിധ രാഷ്ട്രങ്ങളിൽ. അപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കാം എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയാൽ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമല്ലോ. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സർക്കാരിന് മുന്നിൽ വേണമെങ്കിൽ. മഞ്ജുഷ, തീർച്ചയായും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ശശി തരൂരിൻ്റെ തീരുമാനമാണ്. ശശി തരൂരിൻ്റെ നിലപാടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ കൃത്യമായി തന്നെ. ശശി തരൂർ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെയും ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ ഒരു നടപടി വരുന്നതിനെ തരൂരായി ക്ഷണിച്ച് നടപടി വരുത്തിയതാണ് എന്നുള്ള മട്ടിലേക്ക് വരാതിരിക്കാൻ തരൂരിനെ ഞങ്ങൾ നടപടി എടുത്തതുകൊണ്ട് തരൂർ പുറത്തുപോയി എന്നൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒരു എലിയും പൂച്ചയും കളി എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്കുള്ളൊരു കളി ഈ രണ്ടുപേരും കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് തരൂരായാലും മുന്നോട്ട് നീങ്ങുന്നത്, കോൺഗ്രസ് ആയാലും മുന്നോട്ട് നീങ്ങുന്നത്. കോൺഗ്രസിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തരൂരിനെ സംസാരിക്കാൻ അവസരം കൊടുക്കുകയും തരൂർ ഇതിനെതിരെ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ സംസാരിക്കുകയും ചെയ്യുമെന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അവരും തരൂരിനെ ഇങ്ങനെ സംസാരിക്കാൻ അവസരം. അല്ല, അതിൽ സാങ്കേതികമായ പിഴവുണ്ടോ? കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ പ്രതിനിധി സംഘത്തിന്റെ തലവനായിട്ട് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചത് കൊണ്ടാണ് താൻ പോകുന്നത് എന്ന് തരൂർ പറഞ്ഞിരുന്നു. ഇവിടെയും അത്തരം ഒരു ക്ഷണം സംസാരിക്കാൻ കിട്ടിയാൽ തരൂരിന് സ്വാഭാവികമായിട്ടും ആ നിലപാട് പറയാമല്ലോ.
അങ്ങനെ ഒരു സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് ശ്രീ മഞ്ജുഷ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് നേരത്തെ എല്ലാം പുറത്താണ് തരൂർ സംസാരിച്ചത്. പക്ഷേ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസിൻ്റെ എം ആണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷ കൂടി അതിൽ വരുന്നുണ്ട്. ഒരു കോൺഗ്രസ് എം ഇനി ഏത് ചുമതലയിൽ നിന്നുകൊണ്ടായാലും പാർലമെന്റിനുള്ളിൽ സംസാരിച്ചാൽ അത് പാർലമെന്ററി രേഖകളുടെയൊക്കെ ഭാഗമാണ്. അവിടെ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു എതിർപ്പിനൊക്കെ സാധ്യത വരാൻ ഉണ്ട്. അത് തരൂരും ചിലപ്പോൾ ഒഴിവാക്കാൻ തന്നെയാവും ശ്രമിക്കുന്നത്. അത്തരമൊരു സംഭാഷണത്തിന് തനിക്ക് അവസരം ലഭിച്ചാലും അത് വേണ്ട എന്ന് സർക്കാരിനോട് ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും തരൂർ അങ്ങനെ കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിനും തരൂരിനെ ക്ഷണിച്ചിട്ട് അത് വേറെ മറ്റു തരത്തിലേക്കുള്ള ഒരു തിരിച്ചടിക്കൊക്കെ സാധ്യതയുണ്ട്. നിലവിൽ സർക്കാരിനാണ് ഇതിൽ മേൽക്കൈ ഉള്ളത്. തരൂരിനെ പോലെ പുറത്ത് പാർലമെന്റ് പുറത്ത് സർക്കാരിന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിക്കുന്നു, നിലപാട് പറയുന്നു. അത് സർക്കാരിന് അനുകൂലമായ നിലപാടാണ്. പക്ഷേ മറിച്ചൊരു നിലപാട് ഏതെങ്കിലും തരത്തിൽ തരൂർ സഭയ്ക്കുള്ളിൽ പറഞ്ഞാൽ അത് സർക്കാരിനും തിരിച്ചടിയാവും. അതുകൊണ്ട് സർക്കാരും കൃത്യമായി തന്നെ ആലോചിച്ച് തരൂരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് കിട്ടാതെ അദ്ദേഹത്തെ കൃത്യമായ നീക്കമേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നടത്തുകയുള്ളൂ. കേന്ദ്ര സർക്കാരും അതേ നീക്കം തന്നെ നടത്തുകയുള്ളൂ. ഇപ്പോഴത്തെ പട്ടിക അനുസരിച്ച് പട്ടിക ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ശശി തരൂർ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കില്ല. തരൂർ സംസാരിക്കില്ല എന്ന് തന്നെയാണ് വിവരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.